പ്രാണനെ തണുപ്പിക്കുന്ന കർത്താവ്, പ്രാണനെ തണുപ്പിക്കുന്ന വചനം. നമ്മൾ വചനം ധ്യാനിച്ചാൽ ടെൻഷനാണ്, ബുദ്ധിമുട്ടാണ്, പ്രശ്നങ്ങളാണ്, ശത്രുവാണ്, ദാരിദ്ര്യമാണ്, എന്തുമായിക്കൊള്ളട്ടെ, പ്രാർത്ഥിക്കുക, വചനം ധ്യാനിക്കുക. ആ വചനം നിങ്ങളുടെ പ്രാണനെ തണുപ്പിക്കും. പ്രാണൻ ചൂട് പിടിച്ചാൽ എന്താ പ്രശ്നം? തലയ്ക്ക് ചൂട് പിടിച്ച ആൾക്കാർ ആത്മഹത്യ ചെയ്യും, കോപിക്കും, വഴക്കുണ്ടാക്കും, ബഹളമുണ്ടാക്കും. അതിനെല്ലാം അതിജീവിക്കാൻ വചനധ്യാനത്തിന് കഴിയും. കാരണം വചനം പറയുന്നു, അത് ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും വേർപെടുവിക്കും വരെ തുളച്ച് ചെല്ലുന്നതുമാണ്. ക്ലച്ചുള്ള വണ്ടിയൊക്കെ കണ്ടിട്ടില്ലേ? ക്ലച്ച് ചവിട്ടിയാൽ വണ്ടിയുടെ വീലും അതിൻ്റെ എഞ്ചിനുമായിട്ടുള്ള ബന്ധം മാറും. ഇതുപോലെ വചനം ഇങ്ങനെ വേർപെടുവിക്കും ആത്മാവിനെയും മനസ്സിനെയും. അത് വചനത്തിനേ കഴിയുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ പിശാച് എത്ര ആക്സിലേറ്റർ കൂട്ടിയാലും വണ്ടിയുടെ സ്പീഡ് കൂടത്തില്ല. ആക്സിലേറ്റർ എത്ര വേണമെങ്കിലും കൊടുത്തോ, എഞ്ചിനും വീലുമായിട്ടുള്ള ബന്ധം വേർപെട്ടിരിക്കുന്നിടത്തോളം കാലം സ്പീഡ് കൂടത്തില്ല, പ്രാണൻ ചൂടാകത്തില്ല. മറിച്ച് വചനം അതിനെ തണുപ്പിക്കും. കർത്താവ് വചനത്താൽ അപ്ഹോൾഡ് ചെയ്യും. കടബാധ്യതയായിരിക്കാം, ബുദ്ധിമുട്ടായിരിക്കാം, ശത്രുക്കളായിരിക്കാം, രോഗമായിരിക്കാം, പ്രതിസന്ധികളായിരിക്കാം, ജോലിയിലെ വിഷയങ്ങളായിരിക്കാം. പക്ഷേ വചനത്താൽ നിങ്ങളെ താങ്ങുവാൻ കർത്താവിന് കഴിയും. വചനത്തിന് അങ്ങനൊരു പവറുണ്ട്. അത് പരിശീലിക്കേണ്ടതാണ്, ഉപയോഗിക്കേണ്ടതാണ്. കർത്താവ് സഹായിക്കട്ടെ.